തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ ഷുഗറാണോ? ഷുഗറല്ല, BP. നമ്മളെ ഭാഗ്യാണ് സുഹറ. അങ്ങനെ നുണയൊന്നും പറയണ്ട. എന്നിട്ടാണ് നിങ്ങൾ 2-3 നിക്കാഹ് ചെയ്തത്? ആ, നീ വന്ന് കയറി ഭാഗ്യമായത് കൊണ്ടാണ് 2-3 നിക്കാഹ് നമുക്ക് കഴിക്കാൻ പറ്റിയത്. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 5-6 നിക്കാഹും കൂടെ ചെയ്തോളി. സുഹറ അങ്ങനെ പറയല്ലേ, നമ്മള് ഭാഗ്യം മാറ്റി മാറ്റി പരീക്ഷിക്കുന്നല്ലേ സുഹറ. ഞങ്ങളോട് മിണ്ടൂല സുഹറ, പോവരുത്. ഞങ്ങള് മൊയ് ചൊല്ലി. അയ്യോ, കയ്യിലിരുന്നത് ഒരെണ്ണം പോയല്ലോ. തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ തട്ടത്തിൻ മറയത്തെ പെണ്ണെ ഖദീജ, സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞ്? നമ്മൾ രണ്ടുപേരും മാത്രം ജീവിച്ചാ മതിയോ? ഞമ്മക്കൊരു കുഞ്ഞിക്കാല് കാണണ്ടേ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞു മതി. അതിനകത്ത് പഠിക്കാൻ എന്തിരിക്കുന്നു? അയ്യേ, അതല്ല, എന്റെ TTCയുടെ പഠിത്തം കഴിഞ്ഞു മതി. ഇന്ന് TTS ഒക്കെ പഠിച്ചിവിടെ എന്തോ ഉണ്ടാക്കാൻ പോവുക ഓരോ കാര്യങ്ങള്. ഇജ്ജ് പോയേ. ഈ 2 ബീവിമാരും ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ 3ാമതൊരു നിക്കാഹ് കഴിച്ചത്. നമ്മുടെ ആമിന. അതാണ് നമ്മുടെ ഭാഗ്യം. ആമിന അന്നെ ഇങ്ങനെ കാണുമ്പോ ഉണ്ടല്ലോ, അനക്ക് മൊഞ്ചു കൂടി കൂടി വരുവോ ആമിന? നമ്മുടെ ആദിരാത്രിയാണ്. നമ്മൾ ഇച്ചിരി അടിച്ചിട്ട് വരാം. എന്തടിച്ചിട്ട് വരാന്ന്? അത്ര അടിച്ചിട്ട് വരാന്ന്. എത്ര അടിച്ചിട്ട് വരാന്ന്? അത്ര അടിച്ചിട്ട് വരാന്ന്. അത്ര കോമഡി ആറ്റു. നമ്മന്റെ കൽബില് മുഴുവൻ അബ്ദുൽ ഖാദറാ. ഈ മൊയ്ലിയും കുട്ടിയുടെ ഇംഗിതത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കൂല. കൊടുക്കരുത്. ഇത് കണ്ടാൽ എങ്ങനെ വഴങ്ങി കൊടുക്കും? ആമിന, എന്ത് മീനാ ഏട്ടാ? അല്ല, മീൻ ഏത് മീനാണ്? എന്തിനേക്കാ അത്ര ചറപറാന്ന് അടിക്കണേ? എന്ത് മീനാന്നുള്ള കോമഡി ഇവിടെ കിടന്ന് അളിഞ്ഞ് നാറും. അതിന്റെ മണം അങ്ങ് പോവാൻ വേണ്ടിയാണ് നമ്മളിത് അടിക്കുന്നത്. ഇവിടെ അത്ര കോമഡി ഉണ്ട്, അത് കിട പോട്ടെ, അളിഞ്ഞ് നാറാതെ. അതേതായാലും നന്നായി. ആമിന, എന്റെ കണ്ണുകളിലേക്ക് നോക്ക ആമിന. അയ്യോ, അനക്ക് മൊഞ്ചു കൂടി കൂടി വരുവാ ആമിന. എന്ത് പറ്റി? എന്റെ മേത്ത് അന്റെ ഉപ്പുപ്പാന്റെ ജിന്ന് കയറിയിരിക്കാണ്. ആര് കയറി? അന്റെ ഉപ്പാന്റെ ഉപ്പയാണോ ഇപ്പൊ ദേഹത്ത്? അയ്യോ, ഉപ്പുപ്പയാന്ന് പറഞ്ഞത് കാര്യായി. അല്ലെങ്കിൽ ഇപ്പൊ ഉപ്പുപ്പയായിട്ട് ആദ്യരാത്രി നടത്തിയെന്നുള്ള പേര് ദോഷം ഞമ്മക്ക് കിട്ടിയേനെ. ഞാനേ ഒരു മുത്തം തരാൻ പറ്റത്തില്ലെന്ന് ഉപ്പുപ്പ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്തോ. ക്ലൈമാക്സ് ആണ്. അല്ല എന്താന്നറിയോ, ഒരു ഡോറ ഇവിടെ കിടന്ന് അളിഞ്ഞ് പുഴുകുന്നുണ്ട്. അത് നിങ്ങോട്ട് കേറാതിരിക്കാൻ വേണ്ടിയാ. പോണ വഴിക്ക് ഈ സ്ഥലം തന്നെ ശുദ്ധിയാക്കണം. നീ ഇവിടെ വരയിട്ടേക്കാം, ഒന്നും ഇങ്ങോട്ട് ഏക്കരുത്. ആ മന്ത്രവാദിയെ വിളിക്കാം, ഇരുതലക്കാടന്. ഹലോ ഇരുതലമൂർത്തി. അല്ല, ഇരുതലക്കാടൻ, ഇവിടെ ഒരു ജിന്ന് കയറി. എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പിന്നെ നാരങ്ങ നല്ലത്. ബാധ ഒഴിപ്പിക്കാൻ പറഞ്ഞപ്പോ അതാ അടുത്ത ബാധ ഇങ്ങോട്ട് കയറി വന്നേക്കുന്ന. അയ്യോ, ഞാൻ ബാധയല്ല, പിന്നെ ആരാണ്? ഇരുതലക്കാരനാണ്. ഒരു എൻട്രി പഞ്ചിന് വേണ്ടിട്ട് ഞാൻ വെള്ളാട്ട് പോക്കണായിട്ട് വന്നതാണ്. ഞാൻ കരുതി പൂജ പൊളിഞ്ഞിട്ട് തലയിൽ കൂടെ മുണ്ടിട്ടുണ്ട് ഓടി വന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആർക്കാ ഇവിടെ സോക്കേട്? നമ്മള് 3 നിക്കാഹ് കഴിച്ചു. അപ്പൊ നിനക്കാണ് സോക്കേട്? അതല്ല, നമ്മളെ 3ാമത്തെ ബീബിയാണ് ആമിന. ആമിനയുടെ പുറത്ത് നമ്മുടെ ഉപ്പുപ്പ കയറി. അത് നിന്റെ കഴിവ് കേട്. എന്ത്? എടാ, ഒരു ചരട് ജപിച്ച് കിട്ടിയാ പോരായിരുന്നോ? അതല്ല, ഉപ്പുപ്പാന്റെ ജിന്നിനെ ഇറക്കി വിടണം ആമിനയുടെ ദേഹത്ത്. ഇറക്കി വിടാനായിട്ട് ഞാൻ ഭാഗ്യം ഇത് ജപ്തി എടുക്കാൻ വന്ന ആളല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നേ. ഒരു കാര്യം ചെയ്, ബീബിയെ ഈ കുളത്തിലേക്ക് പിടിച്ചു നിർത്തൂ.
കുളമല്ലല്ലോ കളവല്ലേ. നമ്മളത് കളിച്ച് കുളവാക്കി വെച്ചേക്കുമല്ലേ. അപ്പൊ ഇത് കുളമാണല്ലോ. ആ അങ്ങനെ ഇത് കുളത്തിൽ കയറാ. കുളത്തിൽ കയറാനാ പറഞ്ഞ. ഉപ്പുപ്പാ ആ കുളത്തിൽ കയറാൻ. കുളത്തിലോട്ട് നിൽക്കും. പരക്കം തളിക ഓർമ്മ വേണേ. അല്ല നിങ്ങളുടെ ഉപ്പുപ്പ എങ്ങനെയാ മരിച്ചത്? ഉപ്പ ശ്വാസം നിന്നാണ് മരിച്ചത്. പിന്നെ ബസ് നിന്ന് ആരെങ്കിലും മരിക്കുമോ? ആ ഞങ്ങളെ കൊച്ചാപ്പ മരിച്ചത് ബസ് നിന്നാണ്. ബസ് നിൽക്കേണ്ട സ്ഥലത്ത് കൊച്ചാപ്പ വന്ന് നിന്നു. ബസ് വന്ന് കൊച്ചാപ്പയുടെ നെഞ്ചത്ത് നിന്നു. അങ്ങനെ ശ്വാസം നിന്ന് മരിച്ചു. ഞാൻ ശരി തമാശക്ക് ചോദിച്ചതല്ല. ശരിക്കും നിങ്ങളുടെ ഉപ്പുപ്പ എങ്ങനെയാണ് മരിച്ചത്? ബാങ്കിന്റെ ലോക്കറിന്റെ സെക്യൂരിറ്റി ആയിരുന്നേ. അങ്ങനെ ഉറക്കം തൂക്കി മരിച്ചതാ. ഉറക്കം തൂക്കി ആരെങ്കിലും മരിക്കും? അതല്ലത് തോക്ക് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിയപ്പോ കാച്ചി വലിച്ചു പോയി. അങ്ങനെ ഇവിടുന്ന് ചെമ്പരത്തി പൂ തെറിച്ചു പോയത്. രാഷ്ട്രീയ നാടകം മന്ത്രം ആരംഭിക്കാം. മന്ത്രം ആരംഭിച്ചോ? കിട്ടിയോ? റോഡ് മൊത്തം കട്ടറ, ടെൻഷനില്ല കൂട്ടരെ, നാട്ടിൽ മൊത്തം രോഗം, പ്രതികരിക്കൂ സഹചരെ, നമുക്ക് നിന്ന് പോരിടാ. ഹലോ എന്നാ മുദ്രാവാക്യോ? ഹലോ അല്ല ഞാൻ പറയാം, ഈ മന്ത്രം ഉച്ചരിക്കുന്ന നേരത്ത് ഇവിടുന്ന് മുങ്ങാനുള്ള തന്ത്രം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും അവസാന തടവുകൾ വല്ലതും കയ്യിലുണ്ടോ? ഇനി ഒരൊറ്റ അടവുള്ളൂ. ഞാൻ തന്നെ പാക്കപ്പ് എന്ന് വിളിച്ചാലോ? കേട്ടാ, വേറെ സാധനം കളിച്ചു നോക്കാം. വേറെ സാധനം? അല്ല ഇനി വന്നേ ഈ വന്നതും അവസാനത്തെ ശ്രമമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുക. നോക്കിക്കോ, എന്റെ ഉപ്പാന്റെ ജിന്ന ഇപ്പൊ ഇറങ്ങി വിടും. അന്നെ നമ്മൾ വിടൂല. ഇന്നലക്കാടൻ പണി തുടങ്ങി. കുളത്തിൽ കയറിയതൊക്കെ ആയിട്ടില്ല. കുളത്തിൽ കയറിയതൊക്കെ ഇല്ല. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. ഇതെന്താ അങ്ങനെ കാണിക്കുന്നേ? ഇത് മറ്റതിനേക്കാളും കേറുന്നുണ്ട്. നിനക്കിത് പേയ്മെന്റ് വേണ്ട, കേറി നിൽക്ക്. ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിക്ക് ഒരു അറ്റ കൈ പ്രയോഗം. ഇതിൽ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ഈ വെള്ളാട്ട് പോക്കറില്ല. അന്തരത്തകരെടുക്കാനുള്ള പ്ലാനാ. ഇപ്പൊ എടുക്കും. വീണ്ടും പെട്ടിയോ? മാറ്റ്. ഇപ്പൊ ഈ പെട്ടിയിലുണ്ട്. വീണ്ടും പെട്ടി. ഇപ്പൊ എടുക്കും. ഇനി പെട്ടിയുണ്ടോ? ഇനി പെട്ടിയുണ്ടോ? ഞാനൊരു പെട്ടി തട്ടിക്കൂട്ടും നിങ്ങളെ കിടത്താൻ. അയ്യോ, വീണ്ടും പെട്ടിയെ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇതിലെ കാടാ. ഇതിന് ഇച്ചിരി സ്പ്രേയുടെ ആവശ്യം. പോട്ടെ. ഇതിനെക്കാളും എന്താ ഉദ്ദേശിച്ചേ? വാട്ടർ സർവീസിന് കൊടുത്താലേ ശരിയാവുള്ളൂ. ഒഴിഞ്ഞു പോകത്തില്ല. ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. ഒഴിഞ്ഞു പോവാത്ത സ്ഥിതിക്ക് ഇനി അവസാനത്തെ അറ്റ കൈ പ്രയോഗം ഇതേ ഉള്ളൂ. എന്താണ്? എന്തിനാണ് നിങ്ങൾ അടിക്കരുത്? എന്തായാലും ഒഴിഞ്ഞു പോകത്തില്ല. ഇവിടെ കിടന്ന് ഈ സ്കിറ്റ് ചീഞ്ഞ് നാറിയല്ലോ, അതിന്റെ മണമെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. ആദ്യമായിട്ടാ ഒരു സ്കിറ്റിന് പല പരിക്കുകൾ പറ്റിയിട്ടും സുഗന്ധം പരന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് ഏറ്റവും ആദ്യം ടിനിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം കേട്ടോ. ടിനിച്ചേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ സ്പ്രേ ആണ് എനിക്ക് ഏറ്റവും, അതൊരു പുതിയ സംഭവം തന്നെയാണ്. ആശയം. കാരണം നമുക്ക് എവിടെ പോകുമ്പോഴും സ്പ്രേ കൊണ്ട് കിടക്കാം. കാരണം എവിടെയെങ്കിലും ചീഞ്ഞാൽ പഠിച്ചു കൊടുക്കാമല്ലോ. ചേട്ടനും ഇനി ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോ രണ്ടൊന്നും കരുതിക്കോ. അല്ല ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേ എല്ലാ വീട്ടിലും നമുക്ക് സ്പ്രേ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഇതാണ് നല്ല ചെലവായിരിക്കും. സ്പ്രേ ഒക്കെ നല്ല ചെലവായിരിക്കും. അനുവിന്റെ അടുത്ത് ഞാൻ അഭിപ്രായം ചോദിക്കട്ടെ. ആൻഡ് അതുമല്ല, രഞ്ജിത ആദ്യമായിട്ടാണ് സ്കിറ്റ് ചെയ്യണത്. ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. കാരണം ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടിയല്ല കളിച്ച, ഈ കുട്ടിക്ക് വേണ്ടിയാണ് സപ്പോർട്ട്. സ്പ്രേക്ക് വേണ്ടി ഇവരെ രണ്ടുപേരും വളർത്തണം. അതായത് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് റെക്കോർഡഡ് ഒന്നും അല്ലല്ലോ, സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് കഴിവ്, ടാലന്റ് വേണം. അപ്പൊ രഞ്ജിതൊക്കെ എന്തായാലും കൺഗ്രാറ്റ്സ്. ഇതിൽ വെച്ചിട്ട് നന്നായി എന്നാ പറഞ്ഞേ. അനു, എങ്ങനെയുണ്ടായിരുന്നു? എപ്പോഴത്തെ പോലും പൊളിഞ്ഞ സ്കിറ്റ് അല്ല, പൊളി സ്കിറ്റ്. ഈ സ്പ്രേ നല്ല കച്ചവടം. ശരി, അപ്പൊ എന്തായാലും ഇവർക്ക് വേണ്ടിട്ടൊരു വലിയ താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് ഗോയിങ്. അടിപൊളിയായിരുന്നു. ആസ് യൂഷ്വൽ അടിപൊളി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.